നമസ്കാരം. ലോക പ്രശസ്തമായൊരു മഹാനഗരമാണ് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗ്. അത്യാധുനികതയുടെ അത്ഭുതങ്ങൾക്കൊപ്പം ചരിത്രവും സാംസ്കാരിക തനിമയും ഇഴചേർന്ന ഇടം കൂടിയാണ് ബെയ്ജിംഗ്. ചൈനയുടെ രാഷ്ട്രീയ, സാംസ്കാരിക, വ്യാവസായിക, വിദ്യാഭ്യാസ, സാങ്കേതിക ഹബ്ബ് എന്നാണ് ബെയ്ജിംഗ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറെ കൗതുകമുണർത്തുന്ന ഒരു കൃഷിക്കാഴ്ചയ്ക്ക് കൂടി വേദിയായിരിക്കുകയാണ് ഇപ്പോൾ ഈ നഗരം. ബെയ്ജിംഗിന്റെ ഹൃദയഭാഗത്തായി സുസ്ഥിര നഗര കൃഷിയുടെ വലിയൊരു മാതൃക ഒരുക്കിയിരിക്കുകയാണ്. 37,673 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഹരിതഗ്രഹമാണ് ബെയ്ജിംഗിലെ ഹരിത കാഴ്ചയുടെ ആകർഷക കേന്ദ്രമായി മാറിയിരിക്കുന്നത്. വാൻബെർഗൻ കോൾപ ആർക്കിടെക്റ്റൽ രൂപകൽപ്പന ചെയ്ത ഈ ഹരിതഗ്രഹം ചൈനീസ് അക്കാഡമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസിന്റെ ക്യാമ്പസിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൻതോതിൽ പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഹരിതഗ്രഹം ലോകത്തിലെ വൻ നഗരങ്ങൾക്ക് മുഴുവൻ മാതൃകയായി മാറുകയാണ്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി സാധ്യമാക്കുന്നതിനായുള്ള നൂതന കൃഷിരീതിയായ വെർട്ടിക്കൽ ഫാമിംഗ് ആണ് ബെയ്ജിംഗിലെ ചൈനീസ് അക്കാഡമി ഓഫ് അഗ്രികൾച്ചർ സയൻസ് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്രീൻ ഹൌസിൽ അനുവർത്തിച്ചിരിക്കുന്നത്. തട്ടുതട്ടായി വിളകൾ വളർത്തുന്ന ഈ കൃഷിരീതിയിൽ പ്രകാശ ക്രമീകരണം, ജലസേചനം, ജല പുനരുപയോഗം, താപനിയന്ത്രണം, കാലാവസ്ഥാ നിയന്ത്രണം എന്നിവയ്ക്കായുള്ള സജ്ജീകരണങ്ങളിലൂടെയാണ് വിളകൾ പരിപാലിക്കപ്പെടുന്നത്. മണ്ണില്ലാതെ വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ്, അതുപോലെ എയറോപോണിക്സ് രീതികളും ഈ വെർട്ടിക്കൽ കൃഷി കൂടാരത്തിൽ അവലംബിക്കുന്നുണ്ട്. സ്ഥലപരിമിതി മൂലം കൃഷി അസാധ്യമായ നഗരപ്രദേശങ്ങൾക്ക് അനുവർത്തിക്കാവുന്ന വെർട്ടിക്കൽ ഫാമിംഗ് രീതിക്ക് പുതിയ മാനം പകർന്നുകൊണ്ടാണ് ബെയ്ജിംഗിലെ ഹരിതഗ്രഹം ഉയർന്നു നിൽക്കുന്നത്. ഇത് നഗരങ്ങളുടെ ഭക്ഷ്യസുരക്ഷയ്ക്കായി ഗ്രാമപ്രദേശങ്ങളെ ആശ്രയിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനും പ്രചോദനമായി മാറുന്നു. മാനം മുട്ടും വിധം എന്ന പോലെ വൻ കെട്ടിട സമുച്ചയം കണക്കെ ഉയർന്നു നിൽക്കുന്ന ബെയ്ജിംഗിലെ വെർട്ടിക്കൽ ഫാമിൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായ സുസ്ഥിര രീതികളാണ് അനുവർത്തിക്കപ്പെടുന്നത്. ഈ ഫാമിൽ പ്രകൃതിദത്ത വായു സഞ്ചാരം സാധ്യമാക്കും വിധമുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. പൊതുവെ വെർട്ടിക്കൽ ഫാമിംഗ് രീതിയിൽ സജ്ജീകരിക്കുന്ന എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങൾ ഈ ഗ്രീൻ ഹൌസിലില്ല. മാത്രവുമല്ല, ഇവിടുത്തെ താപനിയന്ത്രണ സംവിധാനങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത് സൗരോർജ്ജമാണെന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമീപനത്തിലൂടെ ഫാമിൽ നിന്നുമുള്ള കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുമാകുന്നു. ഇത്തരത്തിലെല്ലാം കാർഷിക സാങ്കേതിക വിദ്യയിലെ നൂതനാശയങ്ങൾ പൂർണ്ണമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക ഗ്രീൻ ഹൌസ് ആണ് ബെയ്ജിംഗിൽ പടുത്തുയർത്തിയിരിക്കുന്നത്. ബാഹ്യ കാലാവസ്ഥ കണക്കിലെടുക്കാതെ വർഷം മുഴുവനും വിള ഉൽപാദനം സാധ്യമാക്കാൻ ഈ ഗ്രീൻ ഹൌസിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന LED ലൈറ്റിംഗ് സംവിധാനങ്ങൾ വഴിയൊരുക്കുന്നു. അതുപോലെ വിളകളുടെ വളർച്ചയ്ക്കായി കൃത്യമായ തോതിൽ വളരെ കുറച്ചു വെള്ളം മാത്രം ഉപയോഗിക്കുന്ന ഹൈഡ്രോപോണിക്സ് കൃഷിരീതി ജലത്തിന്റെ അമിത ഉപയോഗം തടയുന്നു. കൃഷിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കാനും ഹൈഡ്രോപോണിക്സ് കൃഷിരീതി നിമിത്തമാകുന്നു. ഇത്തരം രീതികൾ അനുവർത്തിക്കപ്പെടുന്നതിനൊപ്പം വിഭവ കാര്യക്ഷമത പൂർണ്ണതോതിൽ എത്തിക്കാൻ ആകുന്നുവെന്നതും ശ്രദ്ധേയമാണ്. കാലാവസ്ഥാ വ്യതിയാനം ആഗോള കാർഷിക രംഗത്തിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് ലോകം ആശങ്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ബാഹ്യ കാലാവസ്ഥ വിളകൾക്ക് തിരിച്ചടി നൽകാത്ത വിധം സജ്ജീകരിച്ചിരിക്കുന്ന നൂതന ഹരിത കൃഷി രീതിയും സ്ഥലപരിമിതി തടസ്സമാകാതെ വിപുലമായ കൃഷി സാധ്യമാക്കുന്ന വെർട്ടിക്കൽ ഫാമിംഗും അമൂല്യ സമ്പത്തായ ജലം പാഴാക്കാതെയുള്ള ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയും ഒരൊറ്റ ഫാമിൽ സജ്ജീകരിച്ച് സാധ്യമാക്കിയിരിക്കുന്ന ബെയ്ജിംഗിലെ വേറിട്ട കൃഷിക്കാഴ്ച ആഗോളതലത്തിൽ അനുവർത്തിക്കാവുന്ന നഗര കാർഷിക പദ്ധതികൾക്ക് ഉദാത്ത മാതൃകയായി മാറുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.